ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. ഈ പാതിരാത്രി 1:30-ക്കൊക്കെ എന്തിനായി വീഡിയോയിൽ വരുന്നതെന്നറിയാമോ? ഞാനും എൻ്റെ അമ്മയും ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നല്ല കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ ഇങ്ങനെ കച്ചവടത്തിന് പോകുന്നുണ്ട്. പിന്നെ ചിലർക്ക് കൊടുക്കാനും ഒക്കെ ആയിട്ട് പറയുന്നവർക്ക് ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് പലഹാര ഐറ്റങ്ങളൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരു ഐറ്റം അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരൈറ്റം ഇതിനകത്ത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു ചീനിച്ചട്ടിയിൽ. ഇതാണ് ഒന്ന് ചക്ക, 2 അമ്മ ഒരു സാധനം ചെന്നണം ഒന്നൊന്ന് മൊത്തത്തിൽ ചട്ടിയുടെ അടി ചൂടാക്കി പഴിപ്പിക്കേണ്ടത്. കണ്ട നല്ല ഒന്നാന്തര ഉണ്ണിയപ്പം, അതും പിന്നെ ചക്ക ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അമ്മ ഇത് ഞാൻ തിന്നോട്ടെ അമ്മ? ഞാൻ ഇപ്പം തിന്നത്തില്ല, കാരണം പിന്നെ നിങ്ങൾ പറയും ആ കൊച്ച് കണ്ട ചവച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നെന്ന് പറഞ്ഞ് നിങ്ങളെന്നെ കളിയാക്കും. അങ്ങനെ ആർക്കും കളിയാക്കാനൊരവസരം ഞാൻ തരില്ല കേട്ടെ. അപ്പം ഇന്ന് രാവിലെ നമ്മൾ വീട്ടിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ വിചാരിച്ച് ഈ സ്പെഷ്യൽ ഐറ്റമൊക്കെ തിന്നുന്നതിനേക്കാളും നല്ലത് നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ വെച്ച് ഇച്ചിരി ആഹാരം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് മൊത്തം ഉറക്കം വരുന്നതേ നാടൻ വിഭവങ്ങളൊക്കെ ആയിരുന്നു. നല്ല പൊന്നാന്തകര കൊണ്ടുവന്ന്, പൊന്നാരി വീരൻ, പൊന്നാന്തകര, പിന്നെന്ത് ചീരയാമ്മ അതിന് പറയുന്ന പേര്, അങ്ങനെ കുറേ പേരുകളൊക്കെ പറയും. അങ്ങനെ ഓരോ നാട്ടിലൊക്കെ ഓരോ പേരുകളാണ്. അപ്പം ഞങ്ങളതിന് ഇവിടെ ഒരു അരി കൊണ്ടുവന്ന് പാവിയിട്ട് കിളിപ്പിച്ചായിരുന്നു. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം അതിനെ ഞങ്ങൾ പറിച്ചെടുത്ത് പിന്നെ കൊണ്ടുവന്ന് അരിഞ്ഞ് തോരൻ വയ്ക്കും. ഒരു ഇച്ചിരി സവാളയും ഇച്ചിരി ഇതും കൂടെയൊക്കെ നല്ലപോലെ ഇട്ട് അരിഞ്ഞ് കടുക് വറുത്ത് ഇച്ചിരി തേങ്ങയൊക്കെ ഞെരടിയിടും. അല്ലാണ്ട് കുരുകുരാന്ന് തേങ്ങ ചിരണ്ടിയിട്ട് ചതയ്ക്കാനൊന്നും നിൽക്കത്തില്ല. കുരുകുരാന്ന് തേങ്ങ ചിരണ്ടിയിട്ട് വെളുത്തുള്ളിയും ജീരകമൊക്കെ ഒന്ന് പിന്നെ തല്ലിച്ചതച്ച് കടുക് വറുത്ത് അതിനകത്തിട്ട് ആ തേങ്ങയും നല്ലപോലെ ചിക്കിയെടുത്ത് അതിനകത്തും ഈ ഇലയൊക്കെ ഇട്ട് നല്ലപോലെ വേറെ ഒരു വെള്ളമായിട്ട് ഒന്നും ചേർക്കത്തില്ല. ചെറിയ നേർത്ത ആവിയിൽ വെച്ച് അതിനെ വേവിച്ച് ഇങ്ങനെ എടുക്കും. കടുക് വറുത്ത് അതിനകത്തിട്ട് ആവിയിൽ ചിക്കി തോർത്തിയെടുക്കും. ഇന്ന് ഒരു മല്ലിത്തൂക്ക് പിന്നെ ഉണ്ണിയപ്പം ഉണ്ട് കേട്ടോ. അമ്മ ഇപ്പം തട്ടിയിട്ടവിടെ ശ്രദ്ധിച്ചത്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിഭവം ഉണ്ടാക്കിയത്. അപ്പം നാളെ ഒരു പിന്നെ ഇച്ചിരി ഇത് വെച്ചിട്ടുണ്ട്, ചീര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാവയ്ക്കൊന്നും അത്ര പരുവപ്പെട്ടതെല്ലാം ഞങ്ങൾ തോരനും തീയലും ഒക്കെ ഉണ്ടാക്കി തീർത്ത്. പിന്നെ മത്തങ്ങയുടെ ഇല, പിന്നെ മണ്ടഭാഗത്തെ ഇല, അതൊക്കെ പറിച്ച് ഈ മിക്സ്ഡ് ഇലത്തോരനുണ്ടാക്കി തിന്നാൻ അടിപൊളി ടേസ്റ്റാട്ടോ. കുറച്ച് കോവലിൻ്റെ ഇല, കുറച്ച് പിന്നെ മുരിങ്ങ ഇല, പിന്നെ മത്തൻ്റെ ഇല, പിന്നെ പയറ്റില, ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് ഒന്ന് കയ്യിലൊരു ഞെരടി ഇട്ട് കുരുകുരാന്നരിഞ്ഞ് ഒരിച്ചിരി പയറും കൂടെ ഉണ്ടെങ്കിൽ ആഹാ ഒന്നും വേണ്ട, ഒരു ചമ്മന്തി കൂടെ മതി. ഒരു പ്ലേറ്റ് ചോറുണ്ണാതെ ഒരു മനുഷ്യൻ അവിടെ നിന്ന് കഴിക്കത്തില്ല. അതുപോലെ രുചി. ഇത് കൈ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു രക്ഷയില്ല, അടിപൊളിയാമ്മേ. ഈ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കൊട്ടാരക്കര അവിടുന്ന് കിട്ടുന്നതിൻ്റെ അതേ ടേസ്റ്റ് തോന്നും കേട്ടോ. മഹാഗണപതിയെ ശരണം. സത്യം ആണ്, സത്യമായിട്ട് നല്ല ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന
കിടക്കുന്നത് ഇവിടെ ഇവിടെ നല്ല വൃത്തിയൊക്കെ ആക്കി 2 സാധനം എടുക്കാനുണ്ട്. ഉണ്ണിയപ്പത്തിനെ ജയിക്കാൻ കൊട്ടാരക്കര ഗണപതികൾ. അമ്മ നിന്നോ? നിന്ന് നോക്ക്. ഓ ഒരു രക്ഷയില്ല മോളെ. ഇതിനകത്ത് ഒരു കുറവ് എന്തുവെന്നറിയോ? അതിൻ്റെ മണ്ടയിൽ ഇച്ചിരി പഞ്ചസാര തൂകിയിട്ടില്ല. ആ ഒരൊറ്റ കുറവേ ഉള്ളൂ ഇതിൽ. ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഉണ്ണിയപ്പത്തിൽ ആ ഒരു പ്രത്യേകതയുണ്ട്. കുറേ പഞ്ചസാര വാരി തൂകിയിട്ടിട്ട് ഇങ്ങനെ പാത്രത്തിലിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടിട്ടാണ് നമുക്ക് തരുന്നത്. ഈ ഒരു കുറവ് ഓർത്ത് കഴിഞ്ഞാൽ വേറെ ഒരു കുറവും അതിനകത്ത് പറയാനില്ല. ഓ എന്തൊരു രുചി! മേടിച്ച് കഴിക്കുന്നവർ എന്തായിരുന്നാലും ഒന്നും പറയത്തില്ല, വഴക്കൊന്നും പറയത്തില്ല. കുറഞ്ഞു പോയി ഉണ്ടാക്കി കൊണ്ടുവന്നതെന്ന് പറയും. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ചക്ക ഉപ്പേരിയും കൂടെ ആണ് ഇതിൻ്റെ ഇത്. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇതൊക്കെയാണ്. അപ്പോൾ രാത്രി 1:30 ഇവിടെ കുത്തിയിരുന്ന് ഞങ്ങൾ ചക്ക ഉപ്പേരി ഉണ്ടാക്കി ഈ സാധനമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുക. നാളെ കൊടുക്കാനുള്ളത്. ഓ പൊന്നോ. അപ്പം ഈ ഗർഭിണി പെണ്ണുങ്ങൾക്കും ഒക്കെ വയറ്റ് പൊങ്കാലയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ ഇവിടുന്ന് ഓർഡർ തരുമ്പോൾ ആൾക്കാരെ വന്നിട്ട് പറയുമ്പം ഓരോ പലഹാരം ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കും. ചെറുപ്പത്തിൽ ഞങ്ങളെ പരിസരത്ത് അടുപ്പിക്കത്തില്ലായിരുന്നു കേട്ടോ. അമ്മ ഇങ്ങനെ അന്നൊക്കെ ആണെങ്കിൽ കാണാനൊരു ചേല. ഇപ്പോൾ പാത്രങ്ങൾ ഈ എന്തുവാ അമ്മേ ഈ സ്റ്റീൽ പാത്രത്തിലൊക്കെ അല്ലേ കൊണ്ടുപോകുന്നത്. പണ്ട് അങ്ങനല്ലായിരുന്നു. ഈ കൂടയുണ്ട്, കൂട. ഇങ്ങനെ കണ്ണുള്ള കൂടയ്ക്കകത്ത് ഇങ്ങനെ 4 ചുറ്റും ഇങ്ങനെ പേപ്പറൊക്കെ അടുക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് പലഹാരം ഇട്ട് അതിൻ്റെ മണ്ടയിൽ പേപ്പർ മറച്ച് അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ കയറ് ഈ ചണം വെച്ച് കെട്ടും ഇല്ലമ്മ അന്നൊക്കെ. ആ കൂട കാണുമ്പോൾ തന്നെ പലഹാരം നമുക്ക് ആ ഒരു ഇത് കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയായിരുന്നു. ഇപ്പോൾ കുറേ ചട്ടി കലമ്മ അത് ഇതിനകത്തൊക്കെ കൊണ്ടുവരുമ്പോഴേ അന്നത്തെ കാലം തന്നെയാണ്. പിന്നെ ഈ പനം വെല്ലം കാണുമ്പോൾ അറിയാം. അലുവ, അടിപൊളി അലുവ കിണ്ടിയിട്ടുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ ഒരു ചെറുപ്പത്തിൽ അങ്ങനത്തെ ഒരു ഇതൊന്നും തോന്നത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ മിക്ക ടൈമിൽ പല ആൾക്കാർക്ക് പലഹാരം ഉണ്ടാക്കി തരാൻ പറയുമ്പം വീട്ടിലത്തേക്കും കൂടെ ചേർത്തായിരുന്നു പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് പിന്നെ വീട്ടിൽ പലഹാരം ഒഴിഞ്ഞിട്ടൊരു സമയമില്ല. പിന്നെ അതുകൊണ്ട് പിന്നെ നമുക്കങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടുമില്ല. അന്നൊക്കെ കൊണ്ടുപോകാൻ ആൾക്കാർ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. ഒരുപാട് പേര് നമ്മുടെ വീട്ടിൽ വരിക, ഈ പലഹാരങ്ങളെല്ലാം നിരത്തി എടുത്തിട്ട് ഇങ്ങനെ ആൾക്കാർ വരിയായിട്ടൊക്കെ പോകുന്നത് അതൊക്കെ ഒരു കാണാനും ഒരു ചേലായിരുന്നു. അവരുടെ വീട്ടിൽ ചെന്ന് കയറുന്നതും കാണാൻ ഒരു ചേലായിരുന്നു. ഇപ്പം എന്താ ഒരു രസമില്ലാത്ത ലോകം. എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്. വീട്ടുമുറ്റത്ത് എന്തോരം സംസാരവും ചിരിയും കളിയും. ആ ഒരു കാലമൊക്കെ ഇനി വരുമോയെന്ന് തന്നെ അറിയുന്നില്ല. അതെ, ഓണം അടുക്കാറാകുമ്പോൾ വീട്ടിൻ്റെ മുറ്റം മൊത്തവും തളിച്ച് ഈ ചാണാൻ വെച്ച് മുറ്റമെല്ലാം ഈ കല്ലൊക്കെ പൊന്തി നിൽപ്പുണ്ടെങ്കിൽ നിലന്തല്ലി വെച്ച് അടിച്ച് വൃത്തിയാക്കിയിട്ട് അതിലിങ്ങനെ ചാണാൻ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ എടുത്തിട്ട് വെള്ളത്തിൽ നല്ലപോലെ കലക്കി അവിടെ ഒഴിച്ചിട്ടിട്ട് അതിനിങ്ങനെ ചൂല് വെച്ച് തൂത്ത് വൃത്തിയാക്കി അങ്ങോട്ട് ഇടും. നമ്മുടെ അവിടെയൊക്കെ എന്ന് പറയുന്ന ആ തറയിലിങ്ങനെ ഈ മണ്ണ് കൊണ്ടുവന്ന് കുഴച്ചടിച്ച് ഇങ്ങനെ നിലം തല്ലി വെച്ച് അടിച്ച് പരത്തി അടിപൊളി ആ നടവഴിയും ഒക്കെ അടിപൊളിയാക്കി ഇടുമായിരുന്നു. സത്യം പറഞ്ഞാൽ അപ്പോഴത്തേക്കൊക്കെ കാലത്തൊക്കെ എന്ന് പറയുന്നത് ഈ തറയിൽ കൂടി ഇങ്ങനെ ഒരു ഉറുമ്പ് പോയാൽ ഞങ്ങളുടെ അടുത്ത് അപ്പം പറയുമായിരുന്നു, മക്കളെ ഇവിടെ ഇരിക്കുമ്പോൾ ലവയിലേ കൂടെ ഒരു ഉറുമ്പ് പോയാൽ കാണണം.
അതുപോലെ തൂത്തുവാരി വൃത്തിയാക്കി ഇടും. അതും അല്ലാണ്ട് പിന്നെ കൊയ്ത്തും മെതിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ അപ്പൂപ്പന് ഈ നെല്ല് വിതയ്ക്കാൻ പോകുമ്പോൾ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ഇങ്ങനെ കുമ്പിളിൽ ഈ മുളച്ച വിത്ത് എടുത്ത് വാഴയില പറിച്ച് ഇങ്ങനെ ഒരിത് കെട്ടും, ഒരു തിരിക പോലെ, ഇങ്ങനെ ഒരു കുഴൽ പോലെ ഒരു സാധനം കെട്ടും. എന്നിട്ട് വാഴയില ദൂഷനില, അതിന് പല പേര് പറയും, തുമ്പല, ദൂഷനില, പിന്നെ തലവാഴയില, ഇങ്ങനെയൊക്കെ പല പേരുണ്ട് ഓരോ നാട്ടിൽ. അതിനെ ഇട്ടിട്ട് അതിൽ ഈ പിന്നെ ഈ ഇല വെച്ച് കോരിക്കോ മൂത്ത് കോരിക്കോ. എന്നിട്ട് ഈ സാധനം ഇങ്ങനെ നിറയ്ക്കും, ഈ കിളിച്ച നെല്ല് നിറച്ച് ഭൂമിയമ്മയ്ക്ക് മനസ്സിൽ സങ്കല്പിച്ച് ഒരു വെറ്റയും പാക്കും 1 രൂപ വെള്ളി രൂപ തൊട്ടും വെച്ച് പിന്നെ ചന്ദനത്തിരിയും കത്തിച്ച് കർപ്പൂരവും കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ നെല്ല് കയറും. 100 മേനിയായിട്ട് അത് കൊയ്ത് കയറ്റുകയും ചെയ്യും. എന്നിട്ട് ഈ നെല്ല് ഞങ്ങൾക്ക് തരും, തിരിച്ചെടുത്തിട്ട് ഈ കുമ്പിൾ കുത്തി വയ്ക്കുന്നത്. അതിനെ കൊണ്ടുവന്ന് വറുക്കണം. വറുത്ത് നെല്ലിടിച്ച് ഇടിക്കും ഞങ്ങൾ, വറുത്ത് കോരിയിട്ട് ഇടിച്ച്. തടി ഉരൾ വീട്ടിലുണ്ടായിരുന്നു, ഇടിക്കും. നല്ല ഭംഗിയായിട്ട് ഇടിച്ച് കഴിയുമ്പം നല്ല ഒന്നാന്തര അവിൽ കിട്ടും. അതിനകത്ത് ഇച്ചിരി തേങ്ങയും ശർക്കരയും ഒക്കെ ഇട്ട് ഇങ്ങനെ ഒരു കട്ടൻ കാപ്പി കുടിക്കുമായിരുന്നു. അത് വായിൽ വെള്ളം ഊർന്നു മക്കളെ, ഒരു രക്ഷയില്ല. അങ്ങ് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അതേമാതിരി നെല്ലെല്ലാം കൊയ്ത് കഴിയുമ്പോൾ ഒരു കറ്റ എടുത്തിട്ട് അതിനെ മെതിച്ച് കൊണ്ടുവന്ന് വെയിലത്തോട്ട് അങ്ങ് ഇടും. ഇട്ട് കുറേ നേരം കഴിയുമ്പം ഇത് ഇച്ചിരി തോർന്നിട്ട് നല്ല ഉണങ്ങിക്കഴിയുമ്പം അതിനെ കൊണ്ടുവന്ന് വറുത്തിട്ട് ആ ഒരു പുതുമ അങ്ങോട്ട് മാറിയിട്ട് വറുത്തിട്ട് അതിനെ കുത്തി അതിനെ പാറ്റി ഒഴിഞ്ഞ് പിന്നെ ഉതിർത്തെടുത്തിട്ട് അന്തസ്സായിട്ട് കഞ്ഞി വെച്ച് നല്ല ഉണ്ടച്ചമ്മന്തി, നല്ല വെള്ളം തൊടാതെ അരച്ച ചമ്മന്തി കൂട്ടി ഒരു ചുട്ടെടുത്ത പപ്പടവും ഒരിച്ചിരി ചുട്ട മുളവിട്ട് ഉള്ളിയും എല്ലാം കൂടെ തേങ്ങയും ചുട്ടെടുത്ത് ചമ്മന്തി അരച്ച് ഒരു കീന്ത് പിന്നെ മാങ്ങയും കൂടെ ഒക്കെ വെച്ച് ചമ്മന്തി അരച്ചെടുത്ത് കഴിഞ്ഞാൽ ആഹാ, എവിടുന്നാ ഇത്രയും വെള്ളം വരുന്ന വായിൽ? മിക്കവാറും പല്ലെല്ലാം ഒഴുകി പോകും വെള്ളത്തിൽ. ആ കഞ്ഞിയുടെ ഇത് നെയ്യ് മണം വരും. ആ പുതിയ നെല്ലിൻ്റെ അസാധ്യ മണം. അതിനകത്ത് ഇച്ചിരി തേങ്ങയും കൂടെ ഇങ്ങനെ ഞെരടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആഹാ, കൃഷ്ണ അയ്യോ, ഭഗവാൻ വരെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ഓടി വന്നിരുന്നു വരുമോ ക്ലാസ്സിൽ നമ്മളൊന്നിച്ചിരിക്കാൻ അതൊക്കെ ഒരു കാലം മക്കളെ. നല്ല സന്തോഷമായിരുന്നു അന്ന്. ഈ എൻ്റെ വീഡിയോ കാണുന്നവർ ഒരു കാര്യം ഒന്ന് പറയണേ. എൻ്റെ പ്രായം ഞാൻ പറയാമല്ലോ. എനിക്ക് 33-ാമത്തെ വയസ്സാണിത്. എൻ്റെ 33-ാമത്തെ വയസ്സ്. അപ്പം ഈ പ്രായത്തിലുള്ള ആണാവട്ടെ പെണ്ണാവട്ടെ ആരോ ആവട്ടെ, പിന്നെ നെല്ല് കൊയ്യുകയും മെതിക്കുകയും ഞാറ് നടുകയൊക്കെ ചെയ്തവരുണ്ടാവും. ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കൊയ്ത് മെതിച്ചിട്ട് ആ പാടത്തിൽ നിന്ന് നമ്മുടെ കാലിലെല്ലാം ചെളിയാക്കി വരുമ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകി ആ ചേറ്റുമണത്തോടു കൂടി വന്നിരുന്ന് ആ വല്ല തെങ്ങും പറമ്പിലോ അല്ലെങ്കിൽ ആ നെല്ലിൻ്റെ കളത്തിലോ വന്നിരുന്ന് കഞ്ഞിയും ചോറും ഒക്കെ കഴിച്ചവരുണ്ടെങ്കിൽ
ഒരു ലൈക്ക്, കമൻറ്റ്. ഓക്കെ, നിങ്ങൾ എവിടെ ഇരുന്നാണ് ഈ വീഡിയോ കാണുന്നതെന്നും കൂടെ മെൻഷൻ ചെയ്യണേ, അറിയാൻ വേണ്ടിയാണ്. ആ ഒരു കൊതി കൊണ്ട് അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക്. അതെ എനിക്കാണെങ്കിൽ 1 സെൻറ്റ് സ്ഥലമെങ്കിലും ഒരു വയൽ കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഭയങ്കര ഒരാഗ്രഹം, എന്തെങ്കിലും അതൊരു ഐശ്വര്യമായിരുന്നു. കുറേ ആനയുള്ളതും ബസ്സുള്ളതും ജീപ്പുള്ളതും വലിയ ബംഗ്ലാവ് ഉള്ളതൊന്നും അല്ലായിരുന്നു അന്നത്തെ അന്തസ്സെന്ന് പറയുന്നത്. ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു ഓട്ട് വീട്, അല്ലെങ്കിൽ പോട്ടെ ഒരു ചെറ്റക്കുടിലാണെങ്കിൽ പോലും ആ വീട്ടുമുറ്റം തളിച്ചിട്ട് അവിടെ ഈ അവരുടെ വീട്ടിൻ്റെ മുറ്റത്ത് വലിയ മതിലൊന്നും കെട്ടാണ്ട് മണ്ണ് വെച്ച് തന്നെ തട്ടിക്കൂട്ടിയ മതിലുകൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ആ മുറ്റത്ത് നല്ല ചാണാനൊക്കെ വെച്ച് മെഴുകിയിട്ട് അതിനകത്ത് ഈ നെല്ല് അടിച്ച് കൊയ്തെടുത്തോണ്ട് വന്ന് മെതിച്ച് പുലി കൂട്ടിയിട്ട് കച്ചിയും കൂട്ടിയിട്ടിരിക്കുന്ന കണ്ട എൻ്റെ മക്കളെ, ഒരു 10 ആനയെ നിരത്തി കെട്ടിയാൽ പോലും ഇത്രയും ഭംഗി വരില്ല. അതൊരു അന്തസ്സ് തന്നെയായിരുന്നു അന്നത്തെ കാലത്ത്. പൊലി 1 പൊലി 2 അളന്ന് ഈ കൊയ്ത് മെതിച്ചിട്ട് വരുന്നവൻ്റെ കയ്യിൽ ചാക്കിൽ അളന്ന് കൊടുത്ത് അതും ചുമന്നുകൊണ്ട് പോകുന്ന കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ അപ്പൂപ്പൻ ജീവിച്ചിരുന്ന സമയത്ത് 3 രീതിയിൽ പൊലി അളക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കും അതേ അറിയത്തുള്ളൂ. നമ്മൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ പൊലി വിധവകൾക്ക്, 2ാമത്തെ പൊലി അനാഥർക്ക്, 3ാമത്തെ പൊലി ആർക്ക്? ദൈവത്തിന്. അതളന്ന് വെച്ചതിന് ശേഷം മിച്ചമുള്ള 4ാമത്തെ പൊലി നമുക്ക്. അങ്ങനെയായിരുന്നു അന്നത്തെ കാലം. അതുകൊണ്ട് തന്നെ ആദ്യം അളന്ന് വയ്ക്കുമ്പോൾ തന്നെ ഈ അനാഥർ എന്ന് പറയുമ്പോൾ ആരുമില്ലാത്തവർ, വിധവകൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരാൽ ഒതുക്കപ്പെട്ടവർ, അവർക്ക് കൊടുക്കണം, അവർക്ക് വേറെ വഴിയൊന്നുമില്ല. ഈ കൊയ്യുന്ന കളത്തിൽ അന്നത്തെ ദിവസം, അന്നത്തെ നാളിൽ ചില സ്ത്രീകൾ വന്ന് നിന്ന് ഞുള്ളിപ്പറക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെങ്ങനെയൊക്കെ സൂക്ഷിച്ച് കൊയ്ത് എടുത്താലും കതിരുകൾ ആ വയലിൽ വീഴും. എടുക്കാൻ പാടില്ലെന്നാണ് നിയമം. കാരണം ആ കതിരിന് അവകാശികൾ വേറെയുണ്ട്. അപ്പം ആ കൊയ്യുന്ന സമയത്ത് അത് അവിടെ വീഴുമ്പോൾ ചില സ്ത്രീകൾ വന്ന് അതിനെ പറക്കി എടുത്തുകൊണ്ട്, അവർ പറക്കി എടുത്തു കഴിയുമ്പം ഒരു നാഴി ഇരുനാഴി അരിക്കുള്ള ചിലപ്പം കിട്ടും അവർക്ക് ഈ കതിരുകൾ. നമ്മളുടെ ശ്രദ്ധ ഇല്ലാതെ പോകുന്നതല്ല, ദൈവമായിട്ട് ഇടുന്നതാണ്. അതിനെ എടുത്തുകൊണ്ട് വരാൻ പാടില്ല എന്നൊക്കെയാണ് നിയമം. മറ്റുള്ളവർക്കുള്ളതാണ്. അതായത് ഈ നെല്ലിൻ്റെ അവകാശികളും കൊയ്തവരും എടുക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അല്ല മറ്റുള്ളവർ വന്ന് എടുക്കരുതെന്നല്ല, ഈ കൊയ്യുന്ന ആൾക്കാരും ഇതിൻ്റെ അവകാശി എടുക്കാൻ പാടില്ല, പറക്കാൻ പാടില്ല. അതൊരു ഇതായിരുന്നു. എന്നിട്ട് ആദ്യം കൊയ്തെടുക്കുന്ന ഒരു കറ്റ അതിൻ്റെ കതിര് പറിച്ച് ഇത് കെട്ടി, ഒരു കതിര് പോലെ കെട്ടി വാതുക്കൽ കെട്ടിത്തൂക്കുമായിരുന്നു. ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഒരു ഹായ്, ലൈക്ക്, ഇതിനെപ്പറ്റി കമൻ്റ് ഇടണേ, എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഓക്കെ, ബൈ.